ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും രാവിലെ തന്നെ ഗുഡ് മോർണിംഗ്. എന്നത്തെയും പോലെ ഇന്നും രാവിലെ തന്നെ എൻ്റെ പതിവ് ജോലി തുടങ്ങി കേട്ടോ. ഇന്ന് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉള്ളി വെറുതെ വാട്ടിയിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയിടുന്നതിന് പകരം അതൊരു ഗ്രേവി പോലെ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഉള്ളി അരിയൽ എനിക്ക് ഭയങ്കര ടാസ്ക്കുള്ളൊരു കാര്യം കേട്ടോ. എൻ്റെ കണ്ണങ്ങോട്ട് എന്താ പറയുക, എല്ലാവർക്കും തന്നെ ഉള്ളതാണല്ലോ അല്ലേ, ഉള്ളി അരിയുമ്പോൾ കണ്ണു കൂടെ വെള്ളം വരിക. എനിക്ക് കണ്ണങ്ങ് പുകയും കേട്ടോ. എൻ്റെ കത്തിക്കാണെങ്കിൽ മൂർച്ചയും കുറവ്, അപ്പോൾ അരിയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് സ്പീഡിൽ അരിയാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കത്തിക്ക് നല്ല മൂർച്ച കുറവുള്ളത് കൊണ്ട് അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഉള്ളി അരിഞ്ഞെടുത്തിട്ട് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറാകുമ്പോഴേക്കും കറിക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉള്ളി ഇങ്ങനെ നൈസായിട്ട് ഈ ഹോട്ടലിൽ അവർ കട്ട് ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കുന്നതാണ്. പക്ഷേ കത്തിക്ക് മൂർച്ച കുറവായതുകൊണ്ട് അത്ര അങ്ങോട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണ് പുകഞ്ഞിട്ട് എനിക്കൊരു രക്ഷയില്ല. കണ്ണ് നീറാണ്, പിന്നെ തുറക്കാനേ കഴിയില്ല കണ്ണ്. ഉള്ളീൻ്റെ ആ നീര് ഇങ്ങോട്ട് അടിച്ചിട്ട്, നീരൊന്നും അടിക്കണ്ട, അതിൻ്റെ ഒരു ഗ്യാസ് ഉണ്ടല്ലോ അല്ലേ, അതിങ്ങോട്ട് അടിക്കുമ്പോഴേക്കും പിന്നെ കണ്ണ് നേരെ ചുവ തുറക്കാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പോൾ കറിയും ചോറും ആക്കി വെച്ചിട്ട് ഇന്ന് വേറൊരു പണിയുണ്ട്. 2 ദിവസമായി നമുക്ക് വെള്ളം വന്നിട്ടേ. അപ്പോൾ അതിൻ്റെ ഒരു പണിയുണ്ട്. രാവിലെ തന്നെ മഴ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്, പെയ്യുമോയെന്നറിയില്ല. അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്നും അറിയില്ല. എന്താണേലും നോക്കി നോക്കാം. ഞാൻ ഉള്ളി വയറ്റാനുള്ളതെല്ലാം തയ്യാറാക്കുമ്പോഴേക്കും മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അമ്മൂന് ഞങ്ങളെന്താ പറയുക, മറ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കൽ കുറവാട്ടോ. ഞാൻ എളുപ്പപ്പണികളാണ് വേഗം ചെയ്യാറ്. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും തോരൻ വെക്കും, അല്ലെങ്കിൽ മുട്ട ഇതാക്കും. ചാറുകറി കുറവാണ്. കാരണം പിന്നെ ആഴ്ചയിൽ ഒന്നേ ഞങ്ങൾ ചിക്കൻ വാങ്ങാറുള്ളൂ. പിന്നെ മീൻ ഞങ്ങൾ വാങ്ങാറേ ഇല്ല. അത് എനിക്കറിയില്ല, ആദ്യമൊക്കെ എനിക്ക് മീനില്ലാതെ പറ്റൂലായിരുന്നു. ഇപ്പോൾ എനിക്ക് മീനിൻ്റെ ഉളുമ്പ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ എവിടെയെങ്കിലും കറി വെച്ചതോ അല്ലെങ്കിൽ പൊരിച്ചതോ ഒക്കെ കിട്ടിയാൽ കഴിക്കുന്നതല്ലാതെ വീട്ടിൽ കൊണ്ടുവന്ന് നന്നാക്കിയിട്ട് വെക്കുമ്പോഴേക്കും പിന്നെ എനിക്ക് കഴിക്കാൻ കഴിയില്ല. എനിക്ക് അതിൻ്റെ മണം അടിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് ഞങ്ങൾ മീനിപ്പോൾ വാങ്ങലേ ഇല്ലേ ഞാൻ. അപ്പോൾ നമുക്ക് കറി വെക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി ഇതൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയില്ല, അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവൾക്ക് എന്നും ഇവൾക്ക് ഈ ഉള്ളിയും തക്കാളിയും അല്ലാത്ത ഒരു പരിപാടിയില്ലല്ലോ. ഇവളെന്നും ചെയ്യുന്ന ഇതാണല്ലോ അല്ലേ. സത്യമാണ്. എന്നും ഞാൻ ആ എളുപ്പപ്പണി രാവിലത്തെ ഇതുണ്ട്. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉള്ളി റോസ്റ്റ് പോലെയല്ലേ വരിക. ഇത് ഞാൻ നല്ലോണം ഉള്ളി വേവിച്ചിട്ട് നമ്മൾ അരച്ചെടുത്ത പോലെ ഒരു ഗ്രേവി. പക്ഷേ അത് അരച്ചതൊന്നുമല്ല കേട്ടോ, നല്ലോണം വേവിച്ചിട്ട് ഇന്നലെ ഞാൻ ആ കോളിഫ്ലവറിന് ചെയ്ത പോലെ ഉടച്ചെടുത്ത ഗ്രേവി ആക്കിയതാണ്. അതിലേക്ക് മുട്ട പുഴുങ്ങി ഇത് ഇട്ട് ഇനി അതൊരു 5 മിനിറ്റ് വെച്ചാൽ അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം വറ്റിയ ഗ്രേവി ഒന്ന് വരണ്ട് വരുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നാൽ മുട്ടയിലേക്കും കൂടെ ആ എരിവും ഉപ്പും ഒക്കെ പിടിക്കുമ്പോൾ ഇതല്ലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കൂട്ടം കറികളൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ മതി. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ആദ്യമേ ശീലിച്ചത് കൊണ്ട് ചിലവർക്കൊരു ഉപ്പേരി, ഒരു ചാറുകറി, ഒരു അച്ചാറൊക്കെ വേണമല്ലോ. നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഉപ്പേരി ആണെങ്കിൽ എന്തെങ്കിലും ഒരു മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടാവും. തോന കറി വെച്ചാലും എന്തെങ്കിലും ഒരു കൂട്ടം കറിയെ കൂട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് കറികൾ വെക്കലില്ല കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങട്ടെ. ഞാൻ ഇന്ന് രാവിലെ തന്നെ ടാങ്കിൽ വെള്ളമില്ല കേട്ടോ. 2 ദിവസമായി വെള്ളം വന്നിട്ട് വെള്ളം കുറവായിരുന്നു, അപ്പോൾ അങ്ങോട്ട് കയറുന്നില്ലായിരുന്നു. ഇപ്പോൾ വെള്ളം വരുന്നുണ്ട്, ടാങ്കിലേക്ക് കയറുമല്ലോ. പക്ഷേ ടാങ്കിൽ വെള്ളമല്ല. അപ്പോൾ ഒരാഴ്ചയായി ടാങ്ക് കഴുകിയിട്ട്, അപ്പോൾ ടാങ്ക് കഴുകാൻ വന്നിട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഞാൻ ടാങ്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ടാങ്ക് കഴുകാൻ കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ഞാൻ ടാങ്ക് കഴുകിയതാണ്. പക്ഷേ നമുക്ക് പൈപ്പിൽ നിന്ന് ചില ദിവസം വരുന്ന വെള്ളം കലക്ക് വെള്ളമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ടാങ്ക് കഴുകിയിട്ട് പിടിച്ചതേ കലക്ക് വെള്ളം. അപ്പോൾ ആ പൊടി മൊത്തം കണ്ടോ ഊറിയിട്ട് അടിയിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുടിക്കാനൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ പക്ഷേ ടാങ്കിൽ പിടിച്ചത് കുടിക്കില്ല. ഞാൻ അകത്ത് പാത്രത്തിൽ കലങ്ങാത്ത വരുന്ന വെള്ളം പിടിച്ച് വയ്ക്കുന്നതാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ടാങ്കൊക്കെ കഴുകി. അപ്പോൾ ഇനി വെള്ളത്തിന് സ്പീഡാകുമ്പോഴേക്കും എനിക്ക് പോകാനും നേരം വഴുകും. എന്നാലും കഴുകി വെച്ചാൽ നാളെ ആണെങ്കിലും വരും, അല്ല ഉച്ച കഴിഞ്ഞ് വരികയാണെങ്കിൽ വൈകുന്നേരം വന്നിട്ട് സ്പീഡ് ഉണ്ടെങ്കിൽ പിടിച്ചിടാമല്ലോ. പാത്രത്തിലൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോട്ടെ, ബൈ ബൈ.